ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുഴികൾ ഉണ്ടായേക്കാം. പക്ഷേ അത്തരം പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഭൗതിക നേട്ടങ്ങൾ അനേകം കരസ്ഥമാക്കിയിട്ടും മനുഷ്യൻ ഇന്നും ഏകനാണ്, അസ്വസ്ഥനാണ്. ഒരുതരം ശൂന്യത അവനെ ഭരിക്കുന്നു. സന്തോഷം വറ്റിപ്പോകുന്നു. എങ്കിലും നിരാശയുടെ കാർമേഘം വന്ന് മൂടുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. ഉണ്ണിയേശു പുൽക്കൂട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമായാണ് ഉണ്ണിയേശു ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിൽ സന്മനസ്സോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന സന്ദേശമാണ് മാലാഖമാർ നമുക്ക് നൽകുന്നത്. പ്രവാചകന്മാർ മുൻപ് തന്നെ പ്രവചിച്ച ദൈവകുമാരൻ വന്നു പിറന്നത് കാലിത്തൊഴുത്തിലാണ്, അല്ലാതെ രാജകൊട്ടാരത്തിലോ മണിമാളികയിലോ അല്ല. ഇതിലൂടെ ക്രിസ്തുമസ് നമുക്ക് മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത്. സ്നേഹത്തിലൂടെ എല്ലാവരെയും ഒന്നായി കാണുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹം എന്ന കവചം ധരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുന്നത്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും കെട്ടുകൾ പൊട്ടിക്കാൻ നമുക്ക് സാധിക്കണം. മനുഷ്യനായി ജീവിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പ്രവഹിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തുമസ് അനുഗ്രഹപൂർണമായി മാറുന്നത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന് തന്റെ ഏകപുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹമാണ് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശു. പൊഴിഞ്ഞു വീണ ക്രിസ്തുമസിൽ നിന്ന് വ്യത്യസ്തമായി ആഗതമാകുന്ന ഈ ക്രിസ്തുമസ് മാറ്റത്തിന്റെ മണിമുഴക്കത്തിനായി പുൽക്കൂടിന്റെ സമ്പന്നത പുൽകാം. ഹൃദയവും കുടുംബവും